നമസ്കാരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാഹുലിനെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ മാങ്കൂട്ടത്തിലെ 3 ദിവസത്തേക്കാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 16ലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. ബുധനാഴ്ച രാവിലെ 6:30യോടെയാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. പരാതിക്കാരിക്കു നേരെ ലൈംഗികാതിക്രമമുണ്ടായ 2024 ഏപ്രിൽ 8-ന് രാഹുൽ ഹോട്ടലിൽ എത്തിയതിന്റെ തെളിവായി രജിസ്റ്ററിൽ പേര് കണ്ടെത്തിയിട്ടുണ്ട്. ആ ദിവസം ഹോട്ടലിൽ എത്തിയെന്നാണ് രാഹുൽ സമ്മതിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് നീണ്ട തെളിവെടുപ്പിന് ശേഷം പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഇതിനിടെ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം തെറിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും CPM ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്തിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വാമപുരം MLA DK മുരളി സ്പീക്കർ AN ഷംസീറിന് പരാതി നൽകിയിട്ടുണ്ട്. വിഷയം സഭയിൽ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട് മുരളി കത്ത് നൽകി. അധാർമിക പെരുമാറ്റ രീതി, നിയമസഭാംഗത്വം എന്ന പദവി ഉപയോഗിച്ചുള്ള അഴിമതി, ധനസമ്പാദനം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അംഗത്തെ പുറത്താക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായി സ്ത്രീ പീഡന കേസുകൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുമെന്നാണ് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കിയത്. സ്പീക്കർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. പുറത്തുനിന്ന് നിരവധി പരാതി രാഹുലിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് വെച്ച് നടപടി സ്വീകരിക്കാനാകില്ലെന്നുമാണ് സ്പീക്കർ അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് നിയമസഭാ അംഗം തന്നെ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. കേസുകളുടെ പേരിൽ കേരള നിയമസഭ ആരെയും അയോഗ്യനാക്കിയ ചരിത്രമില്ലെങ്കിലും അതിനുള്ള അധികാരം സഭയ്ക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. നിയമസഭാ ബജറ്റ് സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി വ്യക്തമാക്കിയതോടെ പാർട്ടിയുടെ പരിരക്ഷയും വിഷയം സഭയിലെത്തുമ്പോൾ ഉണ്ടാകാൻ ഇടയില്ല. എന്നാൽ രാഹുലിന്റെ അറസ്റ്റും രാഹുലിന്റെ MLA സ്ഥാനം തെറിപ്പിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ പ്രതികരണവുമായി രാഹുലിന്റെ നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു YouTube ചാനൽ നൽകിയ അഭിമുഖത്തിൽ അവരുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഇങ്ങനെയായിരുന്നു. ഇതിനു മുൻപ് മുകേഷിന്റെ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് ഈ പ്രകടനങ്ങൾ നടത്തിയില്ല? രാഹുലിനെ അടിച്ചമർത്തുക എന്നുള്ള പിണറായിയുടെ അജണ്ടയാണ് ഇതിന് പിന്നിൽ. രാഹുൽ വളർന്നു വന്നാൽ അവർക്ക് വലിയ ഭീഷണിയാണ്. രാഹുലിന്റെ അടുത്ത് നല്ല രീതിയിൽ ചാനലിൽ സംസാരിക്കാൻ തന്തയ്ക്ക് പിറന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒറ്റൊരുത്തൻ പോലുമില്ല. ഇപ്പോൾ ട്രെൻഡിങ് പെണ്ണ് വിഷയമാണല്ലോ. ഒരു പെണ്ണ് കേസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങൾ ചവറുപോലെ കിടക്കുകയാണ്. എല്ലാവരും എടുത്തിട്ട് ഒരു എക്സ്ക്ലോസ് ചെയ്യും. അതിന്റെ പുറവിൽ ഇപ്പോ ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ പറയുന്നവരെ പിടിച്ചു അകത്തിടും. 100% രാഹുൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിപ്പോൾ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലായി കഴിഞ്ഞു. ഇനി മുൻ മന്ത്രിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യമായിരുന്നു. പക്ഷേ അത് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വാർത്തകൾ വഴിതെറ്റിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കേസ് കൊണ്ടുവന്നത്. രാഹുലിനെതിരെ തുടക്കം മുതലേ ഒരുപാട് കേസുകൾ. അതിനെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഒരു യുവ നേതാവായിരുന്നു രാഹുൽ. രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അതിന്റെ ഭാഗമാണ് ഇതും. ഈ സർക്കാർ വന്ന ശേഷം തുടക്കം മുതലേ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്നു. ഇതും അതിന്റെ ഭാഗം തന്നെ. അല്ലാതെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളെ അല്ല. ഇത് ഇടതുപക്ഷമല്ലേ, പക്കാ രാഷ്ട്രീയമല്ലേ? ഇടതുപക്ഷം തന്നെയാണ് ഇതിന്റെ പുറകിൽ മുഴുവൻ, അല്ലാതെ മറ്റു പാർട്ടിക്കാരൊന്നുമില്ല. ഇനി നിയമസഭാ ഇലക്ഷന് 3 മാസമേ ഉള്ളൂ. അതിലൊന്നും രാഹുലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മത്സരിച്ചാൽ രാഹുൽ ജയിക്കും. 3 മാസം കഴിയുമ്പോൾ ഇതൊക്കെ മാറില്ലേ? BJPയും CPM കൂടെ തമ്മിലുള്ള ഒരു ഡീലാണ് ഈ നാടകം. പാലക്കാട് BJPക്ക് കൊടുക്കാമെന്നുള്ള ഒരു സംവിധാനമാണ് പിണറായി വിജയന്റെ. അതിന്റെ ഭാഗമായുള്ള ഒരു നാടകമാണിത്. കേരളം മൊത്തം അലയിടിച്ച സ്വർണ്ണക്കൊള്ളയിൽ അതിന്റെ പാട്ടുപാടിയവരുടെ പേരിൽ കേസെടുത്ത് അകത്തിട്ടു. അപ്പോൾ ഈ CPM സർക്കാരിന്റെ സ്ഥിതി എന്താണ്? അവർക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ഐറ്റം വേണം. അവരുടെ ഒരു MLA അയോഗ്യനാക്കിയപ്പോൾ അതിനൊരു തുറപ്പ് ചീട്ട് കണ്ടെത്തി. പുള്ളി ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൂടി സ്റ്റഡി ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ചാനലുകാർ സത്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ള, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രിമാർ ഇവർ നടത്തിയിട്ടുള്ള തീവെട്ടിക്കൊള്ള, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഈ വിഷയമല്ല. ഈ ചാനലുകാരല്ലേ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇനി 3 മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ്.
ഇലക്ഷന് മുന്നോടിയായിട്ട് ആളുകളുടെ കണ്ണിൽ മണ്ണുവാരി ഇടുവാനും വേണ്ടിയുള്ള ഒരു പൊതു പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഏതെങ്കിലും കാലത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇലക്ഷനോട് അടുപ്പിച്ച് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ തേജോവധം, അതും പെണ്ണുകേസിൽ പെടുത്തുന്ന ഇവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. അത് ഞങ്ങൾ അത്ര ആനക്കാര്യമായിട്ട് കാണുന്നില്ല. ഇവർ പറയുന്നത് രാജിവെക്കണം, പുറത്താക്കണം എന്നൊക്കെയാണ്. ഇവരുടെ 2 പ്രമുഖരായ ആൾക്കാർ ഇപ്പോൾ അകത്ത് കിടക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു ന്യായവും അവർക്കില്ല. രാഹുലിനെ അങ്ങ് പുറത്താക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും ഇത് ബാധകമല്ലേ? ഒരു പാർട്ടിക്കല്ല, എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സ്വന്തം കാര്യം മറച്ചു വെച്ചിട്ട് 2 കാലിലെ മന്തുള്ളവൻ 1 കാല് മന്തുള്ളവനെ മന്ദ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ സത്യത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നത് അവരുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റക്കാരാക്കി കാണിക്കാനാണ്. രാഹുലിനെ സംബന്ധിച്ച് അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവനൊരു രാഷ്ട്രീയ ഭാവിയുള്ളവനാണ്. അവന്റെ അടുത്ത് സംസാരിച്ച് എത്തിപ്പെടുവാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭീഷണിയാണ്. ഇപ്പോൾ രാഹുലിന് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ പയ്യനെ അവനെ വരെ പിടിച്ച് എത്ര ദിവസം ജയിലിലിട്ടു. കാരണം അവനും സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ ഞങ്ങളെയും പിടിച്ച് അകത്തിടും. അതൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. അപ്പോൾ നമ്മൾ തിരുവായ്ക്ക് രാജാവ് പറയുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. നാളെ കൊണ്ടുപോയാലും നമ്മൾ അതിശയപ്പെടാനൊന്നുമില്ല. ഹൈക്കോടതി വരെ ജാമ്യം കൊടുത്ത രാഹുലിനെ തീവ്രവാദിയെ പിടിക്കുന്ന പോലെയാണ് വന്ന് പിടിച്ചേക്കുന്നത്. അത് ഏതാണ്ട് വലിയ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നു. അപ്പുറത്തുള്ള വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു പരിപാടി. അത്രേ നമ്മുടെ നാട്ടുകാർ ഇതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനൊന്നും വില കൊടുക്കുന്നില്ല. 100% രാഹുൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാരെ വേണം നമുക്ക് വേണ്ടത്. അല്ലാതെ ഇവിടുന്ന് കട്ടും പിടിച്ചും കൈയിട്ട് വാരിയും കൊണ്ടുപോകുന്നവരെയല്ല നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെയുള്ള ചെറുപ്പക്കാർ വരണം. അതാണ് നമ്മുടെ ആവശ്യം. രാഹുൽ വരണം. രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് നന്മ ചെയ്യുന്ന, നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു ജനപ്രതിനിധി തന്നെ വരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്.